ദർബാർ ഹാളിൽ നിന്ന് RB സനൂപ് കൂടെ ചേരുകയാണ്. സനൂപ്, ഇപ്പോൾ തിരുവനന്തപുരത്തെ വേലിക്കകത്ത വീട്ടിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹമുള്ളത്. 9 മണിയോടുകൂടി തന്നെ ദർബാർ ഹാളിൽ എത്തിക്കും. അവിടെ ആവശ്യമായ ക്രമീകരണങ്ങളൊക്കെ ഒരുക്കേണ്ടതുണ്ട്. ഒരു വലിയ ജനപ്രവാഹത്തെ അവിടെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനനുസരിച്ച് എല്ലാ കാര്യങ്ങളും, സുരക്ഷയടക്കമുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഒരുക്കി കാത്തിരിക്കുകയാണെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ജിൽസീതായി കാണുന്നതാണ് ദർബാർ ഹാള്. ഇവിടെയാണ് മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ പൊതുദർശനം തുടങ്ങുക. ഇപ്പോൾ പോലീസ് ഈ സ്ഥലത്ത് പരിശോധന മറ്റുമൊക്കെ നടക്കുകയാണ്. ഏത് രീതിയിലാണ് ഈ പൊതുജനങ്ങളെ കയറ്റിവിടേണ്ടത്, അവർക്കുള്ള നിയന്ത്രണങ്ങൾ എങ്ങനെയാണ്, ക്രമീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിൻ്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം അത് പരിശോധിച്ചു വരികയാണ്. വലിയൊരു സന്നാഹം പോലീസിനെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കാരണം ഒരുപാട് തിരക്ക് അനുഭവപ്പെടും എന്നുള്ള കാര്യം ഉള്ളതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഒരു ക്രമീകരണം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്ന സ്ഥലത്ത് ഇവിടെ കൂടെയാണ്, അതായത് ഇതേപോലെ ബാരിക്കേഡ് കെട്ടിയ പ്രദേശം ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ ബാരിക്കേഡിനകത്തുകൂടെയാണ് പൊതുജനത്തിന് ദർബാർ ഹാളിലേക്കുള്ള പ്രവേശനം നൽകിയിട്ടുള്ളത്. ഇതുവഴി കയറുന്നവർക്ക് നേരെ അകത്ത് ദർബാർ ഹാളിൽ പൊതുദർശനം കാണാനുള്ള ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ഇതുവഴി കയറി അകത്ത് VSന്റെ ഭൗതികദേഹം ഉള്ള ഇടത്ത് കണ്ട് അതുവഴി പുറകുവശം വഴി ഇറങ്ങുന്ന രീതിയിലാണ് നിലവിലിപ്പോൾ ഇവിടെ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്. തൊട്ടു പുറകിലായിട്ടുള്ള സ്ഥലത്ത് കൂടെയാണ് സെക്രട്ടേറിയറ്റിലെ ജീവനക്കാർക്കും മറ്റ് സർക്കാർ ജീവനക്കാർക്കും മന്ത്രിമാർ, മുഖ്യമന്ത്രി തുടങ്ങി വലിയ നേതാക്കൾക്കും ഒക്കെയുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. ആ ഭാഗത്താണ് അത് ഒരുക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ആ ഒരു ക്രമീകരണമാണ് നിലവിലിപ്പോൾ ദർബാർ ഹാളിൽ ഒരുക്കിയിട്ടുള്ളത്. കൃത്യം 9 മണിക്ക് തന്നെ ദർബാർ ഹാളിലേക്ക് VSനെ എത്തിക്കും എന്നാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ള സമയം. ഇന്നലെയൊക്കെ കണ്ടതാണ് നമ്മൾ AKG പഠന ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ സമയമെടുത്താണ് VSനെ അദ്ദേഹത്തിൻ്റെ തിരുവനന്തപുരത്തിലെ വേലിക്കകത്ത് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞത്. അതുകൊണ്ട് ഒരുപക്ഷെ ദർബാർ ഹാളിലേക്ക് കൃത്യസമയത്ത് തന്നെ എത്തിക്കാൻ കഴിയും എന്നാണ് നിലവിൽ കണക്ക് കൂട്ടുന്നത്. കാരണം വീട്ടിൽ നിന്ന് വേഗത്തിൽ ഇവിടെ എത്താൻ കഴിയും. ഇപ്പോൾ സെക്രട്ടേറിയറ്റിലെ അസോസിയേഷൻ നേതാവ് P. ഹണി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നമസ്കാരം സാർ, ഏതൊക്കെ രീതിയിലാണ് ഇവിടെ ക്രമീകരണം ഒരുക്കിയിട്ടുള്ളത്? 9 മണി മുതലാണ് പൊതുദർശനം വെച്ചിട്ടുള്ളത്. 2:30 വരെ തുടരും. പൊതുജനത്തിന് എങ്ങനെയായിരിക്കും പ്രവേശനം? പൊതുജനങ്ങൾക്ക് ഈ ബാരിക്കേഡ് വഴിയും അപ്പുറത്തുള്ള ബാരിക്കേഡ് വഴിയും 2 എൻട്രി ഉണ്ട്. VIP-കൾക്ക് മെയിൻ ഗേറ്റ് വഴി അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പം 2 എൻട്രി പോയിന്റാണ് നിലവിലിപ്പോൾ പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ ദർബാർ ഹാളിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ളത്. ഒന്ന് നമ്മൾ ഈ കാണിച്ച പോലെ ഈ വശവും അതുപോലെ ഇതിൻ്റെ അപ്പുറത്തെ വശത്തുമായിട്ടാണ്. 2 വശത്തുകൂടെയും ജനങ്ങൾക്ക് ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ കഴിയും. VIP എൻട്രിയാണ് പുറകുവശത്തുള്ളത്. നിലവിലിപ്പോൾ പോലീസ് ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണ്. ഒരുപാട് തിരക്ക് അനുഭവപ്പെടും എന്നുള്ളത് കൊണ്ട് തന്നെ എല്ലായിടത്തും ഈ ബാരിക്കേഡ് വെച്ചുകൊണ്ട് ആ ബാരിക്കേഡിനകത്തൂടെ മാത്രം പൊതുജനങ്ങളെ കടത്തി വിട്ടാൽ മതി എന്നുള്ള കാര്യമാണ്. 2:30 വരെയാണ് ദർബാർ ഹാളിലെ പൊതുദർശനം ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകും. തിരുവനന്തപുരത്ത് മാത്രം 21 പോയിന്റുകളാണ് നിലവിൽ ഈ പോകുന്നതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. അതിൻ്റെ ഒരു ലിസ്റ്റ് പറയുകയാണെങ്കിൽ ആദ്യം ഇവിടെ നിന്ന് ദർബാർ ഹാളിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ പാളയം വഴി PMG, പ്ലാമൂട്, പട്ടം, കേശവദാസപുരം, ഉള്ളൂര്, പോങ്ങമൂട്, ശ്രീകാര്യം, ചാവടിമുക്ക്, പാങ്ങപ്പാറ, കാര്യവട്ടം, കഴക്കൂട്ടം, വെട്രോഡ്, കണിയാപുരം, പള്ളിപ്പുറം, മംഗലപുരം, ചെമ്പകമംഗലം, പോരാണി, മൂന്നുമുക്ക്. ആലപ്പുഴയില് അഭൂതപൂർവമായ ജനസംഖ്യ ഇന്നലെ തന്നെ ഉണ്ട്. അത് ഇച്ചിരി പാടാ, എന്നാലും പരമാവധി നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന തരത്തിലത് കൺട്രോൾ ചെയ്യാനാണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഞങ്ങൾ കടപ്പുറത്തോട്ട് ഇത് മാറ്റിയതല്ല. കാരണം അത്രമാത്രം ജനസംഖ്യ ഉണ്ടാവും എന്നുള്ള ഒരു ധാരണയെക്കൊണ്ട് എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കുകയാണത് പോലീസ് മൈതാനിയിലേക്ക് എല്ലാവരും എത്തുന്നതായിരിക്കും നല്ലത്. കാരണം വീട്ടിലും പാർട്ടി ഓഫീസിലും വേണ്ടത്ര സൗകര്യങ്ങൾ, സ്ഥലവും ഇല്ല. അപ്പോൾ അത്രയും തിരക്ക് അവിടെ ഉണ്ടാകാതിരിക്കാൻ 11 മണി മുതൽ പോലീസ് മൈതാനിയിലെ കടപ്പുറത്തേക്ക് എല്ലാവരും എത്തും. ഞങ്ങളോട് സഹകരിക്കണമെന്നാണ് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണത്. വീട്ടിലും പാർട്ടി ഓഫീസിലും അത്യാവശ്യം വീട്ടുകാർക്കും പാർട്ടി പ്രവർത്തകരായ ആളുകൾക്കും മാത്രമായി ദർശിക്കാനുള്ള സൗകര്യം ഉണ്ടാകുകയും ബാക്കി എല്ലാവരും കടപ്പുറത്തേക്ക് വരികയും ചെയ്യണമെന്നുള്ളതാണ്.
സനൂപ് തുടരുന്നുണ്ട്. സനൂപ്, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. പൊതുജനങ്ങൾക്കൊക്കെ പ്രവേശിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്നും കൂടി പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ തിരുവനന്തപുരത്തുകാർക്ക് VS-നോട് വിട ചൊല്ലാനുള്ള അവസരം കൂടിയാണുള്ളത്. എന്തായാലും നമ്മൾ ഇന്നലെയൊക്കെ കണ്ടതാണ്, ഒരുപാട് ആളുകൾ ഇങ്ങനെ ഒഴുകിയെത്തിയിരുന്നു. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജീവിതവുമായൊന്നും നേരിട്ട് ബന്ധമില്ലാത്ത, അദ്ദേഹത്തെ ഒരിക്കൽ പോലും നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ലാത്ത ആളുകൾ വരെ ആ കൂട്ടത്തിലുണ്ട്. VS എന്തായിരുന്നു കേരളത്തിന്, VS ആരായിരുന്നു കേരളത്തിന് എന്ന് തെളിയിക്കുന്ന ഒരു കുറച്ച് മണിക്കൂറുകൾ കൂടിയായിരിക്കും നമ്മളെ കാത്തിരിക്കുന്നത് തലസ്ഥാന നഗരിയിൽ. ഇന്നലെ AKG പഠന ഗവേഷണ കേന്ദ്രത്തിന് മുന്നിൽ കണ്ട ആ ഒരു വലിയ ജനക്കൂട്ടം, അത് പാർട്ടി സഖാക്കൾ ഉണ്ടായിരുന്നു, പാർട്ടി നേതാക്കൾ ഉണ്ടായിരുന്നു, മന്ത്രിമാരും മുഖ്യമന്ത്രി, അങ്ങനെ വലിയ വലിയ ആൾക്കാരുണ്ടായിരുന്നത്. അതിനോടൊപ്പം തന്നെ പൊതുജനങ്ങളും അവിടെ എത്തിയത്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ പൊതുജനം ഇന്ന് തീർച്ചയായിട്ടും VS-നെ കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു വലിയൊരു തയ്യാറെടുപ്പ് ദർബാർ ഹാളിലേക്ക് മുന്നിൽ നടത്തിയിരിക്കുന്നത്. രണ്ട് വശത്തുകൂടെ തന്നെ പൊതുജനത്തിനെ കയറ്റിവിടാൻ തന്നെയാണ് തീരുമാനം. എന്നാൽ മാത്രമേ ആ ഒരു തിരക്ക് ഒഴിവാക്കി കൃത്യം 2:30 തന്നെ ഇവിടെ നിന്ന് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ആ ഒരു ക്രമീകരണം, അത് അതേ രീതിയിൽ, ഇവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ആ ഒരു ക്രമീകരണം പോകണം. എന്നാൽ മാത്രമേ ഉദ്ദേശ സമയത്തിന് പുറത്തിറങ്ങാൻ പറ്റൂ. VS-ന്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഒരു കാരണവശാലും ഈ സമയക്രമം പാലിക്കാൻ പറ്റുമോ എന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. കാരണം അത്രയും ജനം മനസ്സിലേക്ക് ഒരു നേതാവ് തന്നെയായിരുന്നു. ആ രണ്ടക്ഷരം, വെറും ഈ VS എന്ന 2 അക്ഷരത്തിൽ ജീവിച്ച ആ മനുഷ്യൻ. അതുകൊണ്ട് ഈ നിലവിൽ ഇപ്പോൾ ഉദ്ദേശപ്രകാരമാണെങ്കിൽ ഈ 2 വഴി കൂടെ പൊതുജനങ്ങൾക്ക് കയറി കണ്ട് VS-നെ ഒരു നോക്ക് കണ്ട് ഇറങ്ങിപ്പോകാൻ പറ്റുന്ന രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്. അതേപോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് മാത്രമായിട്ട് 27 പോയിന്റുകൾ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കൂടുതൽ സമയം പക്ഷേ നിർത്താനുള്ള സാധ്യത കുറവാണ്. വേഗത്തിൽ തന്നെ ആലപ്പുഴയിലേക്ക് എത്തിക്കാൻ വേണ്ട ഒരു ക്രമീകരണമാണ് പാർട്ടിയും സർക്കാരും നിലവിലിപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഓരോ പോയിന്റിലും നിശ്ചിത സമയം മാത്രം നൽകിക്കൊണ്ട് അവിടെ ജനങ്ങൾക്ക് ഈ റോഡിലേക്ക് പോകുന്ന സമയത്ത് തന്നെ ജനങ്ങൾക്ക് ഒന്ന് കണ്ട് മടങ്ങാൻ വേണ്ട ക്രമീകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും പോലീസുകാർക്ക് വേണ്ട നിർദ്ദേശങ്ങളും മറ്റുമൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഏത് രീതിയിൽ വേണം പൊതുജനങ്ങളെ അകത്തേക്ക് കയറ്റുന്നതെന്നും അവരെ നിയന്ത്രിക്കേണ്ടത് എങ്ങനെയാണ് തുടങ്ങിയതിൻ്റെയൊക്കെ ഒരു ക്ലാസ്സുകളും മറ്റുമൊക്കെ പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അത് നേരിട്ട് വിലയിരുത്താൻ വേണ്ടി തന്നെയാണ് കമ്മീഷണർ തോംസൺ ജോസും ഇവിടെ ഈ ദർബാർ ഹാളിൽ എത്തിയത്. 9 മണിക്ക് വേലിക്കകത്ത് വീട്ടിൽ നിന്ന് എടുത്താൽ അത് തൊട്ടടുത്ത് തന്നെയാണ്, അവിടെ നിന്ന് വേഗത്തിൽ തന്നെ ഇവിടെ എത്തിക്കാൻ കഴിയും. അതായത് 9 മണിക്ക് തന്നെ ദർബാർ ഹാളിലേക്ക് VS-നെ എത്തിക്കാൻ കഴിയും. എത്തിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പൊതുജനങ്ങൾക്കുള്ള പ്രവേശനവും ആരംഭിക്കും. പൊതുജനത്തിനുള്ള പ്രവേശനം ആരംഭിച്ചു കഴിഞ്ഞ് 2:30 വരെ ദർബാർ ഹാളിലെ പൊതുദർശനം തുടരും. അതിനുശേഷം മാത്രമാണ് ആലപ്പുഴയിലേക്ക് കൊണ്ടുപോവുക. ആലപ്പുഴയിൽ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് കൊണ്ടുപോകുന്നത്. സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ നാളെയാണ് നടക്കുന്നത്. ഇന്നും ഒരു വൈകാരികമായിട്ടുള്ള ഒരു തലത്തിൽ തന്നെയായിരിക്കും ജനങ്ങൾ VS-നെ കാണുന്നതിന് വേണ്ടി വരും. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ്, VS-ന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചും അതേപോലെ തന്നെ രാത്രി വൈകിയും ആ ഒരു ഒട്ടും ആവേശം ചോരാതെ VS-ന്റെ ആ പ്രായാധിക്യത്തിലും അദ്ദേഹത്തിനുണ്ടായിരുന്ന ആവേശം അത് അണികളിലേക്കും എത്തുന്ന രീതിയിൽ അദ്ദേഹത്തിനെ അവസാനമായി കാണാൻ എത്തിയ അണികളിലേക്കും ആ ആവേശം ഉണ്ടായിരുന്നു. അത് രാത്രി വൈകിയും നമ്മൾ കണ്ടതാണ്. ആ മുദ്രാവാക്യം വിളികളും കരളെ VS-എ എന്നുള്ള ആ വരികളും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ആ വൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളും തീർച്ചയായിട്ടും ദർബാർ ഹാളിലും പ്രതീക്ഷിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു നിമിഷങ്ങൾ തീർച്ചയായിട്ടും VS എന്ന ആ വിപ്ലവ സൂര്യൻ മായുമ്പോൾ നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ജിൽസി, VS എന്ന വിപ്ലവ സൂര്യന് വിട നൽകാൻ ഒരുങ്ങുകയാണ് നാട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ദർബാർ ഹാളിൽ അല്പസമയത്തിനകം ഏതാണ്ട് 9 മണിയോടുകൂടെ തന്നെ പൊതുദർശനം ആരംഭിക്കും. അവിടെ നിരവധി ആളുകൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്തെ അദ്ദേഹത്തിന്റെ വേലിക്കകത്ത വീട്ടിലാണ് മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. അതിനുശേഷം 9 മണിയോടുകൂടി അദ്ദേഹത്തെ ദർബാർ ഹാളിൽ എത്തിക്കും. പിന്നീട് അവിടെ 2 മണിവരെയാണ് നിലവിൽ സമയക്രമം നിശ്ചയിച്ചിരിക്കുന്നത്. 2 മണിയോടുകൂടെ തന്നെ ആലപ്പുഴയിലേക്ക് വിലാപയാത്രയായി കൊണ്ടുപോകാനുള്ള തീരുമാനമാണ്. പക്ഷേ അത് ആളുകളുടെ പ്രവാഹം പോലെ ഇരിക്കും. അവിടെ നിന്ന് എത്ര മണിക്ക് അദ്ദേഹത്തെ 2 മണിയോടുകൂടെ തന്നെ നിശ്ചയിച്ച സമയത്തിൽ പുറപ്പെടാൻ കഴിയുമോ എന്നുള്ള കാര്യമൊക്കെ ഇനി കണ്ടറിയേണ്ടതാണ്. ഇന്നലെയും നിരവധി ആളുകൾക്ക് അദ്ദേഹത്തെ അവസാനമായൊരു നോക്ക് കാണാനുള്ള അവസരം കിട്ടിയിരുന്നില്ല. അപ്പോൾ ആ ആളുകളൊക്കെ തന്നെ ഇന്ന് ദർബാർ ഹാളിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട്. സമയമോ കാലമോ ഒരുപക്ഷെ നിശ്ചയിച്ച പോലെ ഒന്നും നിന്നെന്ന് വരില്ല VS-ന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച്. കാരണം സമയത്തിനോ കാലത്തിനോ അതീതനായ ഒരു നേതാവിനെ യാത്രയയക്കുമ്പോൾ ഒരു സമയത്തിന്റെ ചട്ട
ചട്ടക്കൂടിനകത്ത് നിൽക്കുക എന്നുള്ളത് പ്രതീക്ഷിക്കേണ്ടാത്ത കാര്യമാണ്. ഇന്നലെ നമ്മൾ കണ്ടതാണ്, രാത്രിയുടെയോ പകലിന്റെയോ അതിർവരമ്പുകളൊക്കെ ഭേദിച്ചുകൊണ്ട് ആളുകൾ എത്തി തുടങ്ങുന്നു. രാത്രി 12 മണിക്ക് ശേഷവും അദ്ദേഹത്തിന്റെ വീടുകളിലേക്ക് ആളുകൾ എത്തുന്നു. അദ്ദേഹത്തെ നേരിട്ട് പരിചയമില്ലാത്ത ആളുകൾ പോലും VS അച്യുതാനന്ദൻ എന്ന രണ്ടക്ഷരം, അത് കേരളത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ, അദ്ദേഹം ഉയർത്തിവിട്ട പോരാട്ട മുഖങ്ങളെയൊക്കെ ഓർത്തുകൊണ്ടെത്തിയ ജനസഹസ്രങ്ങൾക്ക് നടുവിൽ അദ്ദേഹം കിടക്കുകയാണ്. അവരുടെ വികാരവായ്പുള്ള സ്നേഹം ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം അവസാന യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. ആ VS ഒരിക്കലും മരിക്കുന്നില്ല എന്ന് കണ്ടമിടറുമാറ് ഉച്ചത്തിൽ വിളിച്ചു പറയുന്ന പ്രവർത്തകരെ നമ്മൾ കാണുകയാണ്. കണ്ണേ കരളെ VSA എന്ന് പറയുമ്പോൾ ആ രണ്ടക്ഷരം മാത്രമേ അവിടെ ചേർത്ത് വെക്കാൻ കഴിയൂ ആളുകൾക്ക്. അത്രത്തോളം ജനഹൃദയങ്ങളിൽ, ഒരുപക്ഷെ കുറച്ചധികം കാലമായി സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുനിൽക്കുന്നു. പക്ഷേ ആ വിടവൊന്നും അദ്ദേഹം മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ ആളുകളിലേക്ക് ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ പലപ്പോഴും അദ്ദേഹം എന്ന് പറയുന്നത് VS ഒരു സാധാരണ മനുഷ്യനായിരുന്നെങ്കിലും അസാമാന്യമായ പോരാട്ട വീര്യത്തിന്റെ പ്രതീകമായിരുന്നു അദ്ദേഹം എന്നുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് മരണമില്ല എന്നുറച്ചു വിശ്വസിക്കുന്ന ജനസഹസ്രത്തെയാണ് നമ്മൾ ഇന്നലെ മുതൽ കണ്ടുകൊണ്ടിരുന്നത്. പലപ്പോഴും ആശുപത്രി കിടക്കയിലെത്തുമ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണെന്ന് പറയുമ്പോൾ, കഴിഞ്ഞ ജൂൺ 23 അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതാണ്. ഓരോ ദിവസവും മെഡിക്കൽ ബുള്ളറ്റിൻ ഇറക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നില ഗുരുതരമായി തുടരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വിശ്വസിച്ചില്ല. VS തിരിച്ചു വരും, പതിവിലും അധികം ആർജവത്തോടെ അദ്ദേഹം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു. അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായി നമ്മൾ കാത്തിരുന്നു.